മുഅ്മിനീങ്ങളെ, റമളാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. മറ്റുള്ള മാസങ്ങളെ പോലെയല്ല ഈ റമളാൻ. എല്ലാ മാസത്തേക്കാൾ മഹത്വമുള്ള മാസമാണ് ഈ റമളാൻ മാസം എന്നുള്ളത്. ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ്. നിങ്ങളെ തെറ്റിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാനുള്ള മാസമാണ്. നിങ്ങൾക്ക് നന്നാകാനുള്ള ഒരു അവസരമാണ്. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട മാസമാണ്. നരകത്തിന്റെ വാതിൽ അടച്ചു കളയുന്ന മാസമാണ്. നന്മകൾ കൊയ്യുന്ന മാസമാണ്. ഈ റമളാൻ മാസത്തിൽ ഒരു മനുഷ്യൻ ഫർള് നിസ്കരിച്ചാൽ അഥവാ ഫർളായ കാര്യം ചെയ്താൽ അവനക്ക് അല്ലാഹു നൽകുന്നത് 70 ഫർളിന്റെ കൂലിയാണ്. അതേ സമയത്ത് ഒരു മനുഷ്യൻ ഈ റമളാൻ മാസത്തിൽ ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ അഥവാ സുന്നത്തായ ഒരു കാര്യം ചെയ്താൽ അവനിക്ക് റമളാൻ അല്ലാത്ത ദിവസം ചെയ്ത ഒരു ഫർളിന്റെ കൂലിയാണ് അല്ലാഹു സുന്നത്തിന് നൽകുന്നത്. അങ്ങനെ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. ഒരു മനുഷ്യൻ റമളാൻ മാസത്തിൽ മിസ്വാക്ക് ചെയ്താൽ, മിസ്വാക്ക് ചെയ്യുന്നത് ഒരു സുന്നത്തല്ലേ, പക്ഷേ റമളാൻ മാസത്തിൽ ഒരു മനുഷ്യൻ മിസ്വാക്ക് ചെയ്താൽ അവനക്ക് അല്ലാഹു ഫർളിന്റെ കൂലിയാണ് കൊടുക്കുന്നത്. അതേപോലെ അല്ലാഹുവിനെ കൂലിക്കൽ ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ റമളാൻ മാസത്തിൽ നോമ്പെടുത്താൽ, രാത്രി നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ അല്ലാഹു മാഫാക്കി തരുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് മലക്കുകളോട് വന്ന് ചോദിക്കുകയാണ്. ഒരിക്കൽ അല്ലാഹു തആലയോട് മലക്കുകൾ വന്ന് ചോദിക്കുകയാണ്, നരകം ഇങ്ങനെ കത്തിപ്പളറുകയാണ്, ആലിക്കത്തുകയാണ്, നരകത്തിന്റെ ഭീകരരെ കാണാൻ പറ്റുന്നില്ല, കാണാൻ കഴിയുന്നില്ല എന്ന് അല്ലാഹുവിനോട് മലക്കുകൾ വന്ന് പറയുകയാണ്. അപ്പോൾ ആ ബക്കറ്റിലുള്ള വെള്ളത്തെ ഒഴിക്കാൻ പറയുകയാണ്. ഒരു ബക്കറ്റിൽ ഒരു വെള്ളം ഉണ്ടാവുകയാണ്. ആ വെള്ളത്തിനെ കൊണ്ടുപോയി നിങ്ങൾ ആളിക്കത്തുന്ന നരകത്തിലേക്ക് ഒഴിക്കണമെന്ന് അല്ലാഹു തആല മലക്കുകളോട് പറയുകയാണ്. അപ്പോൾ മലക്കുകൾ ആ വെള്ളത്തെ കൊണ്ടുപോയി ആ ജഹന്നമ എന്ന നരകത്തിലേക്ക് ഒഴിക്കുകയാണ്. ആ വെള്ളം ഒഴിച്ചപ്പോൾ നരകത്തിന്റെ തീ അല്പം കുറയുകയാണ്. നരകത്തിന്റെ തീയുടെ ശക്തി കുറയുകയാണ്. ആ വെള്ളം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ മുഅ്മിനീങ്ങളെ? അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് അവന്റെ അടിമകളാണ് അവന്റെ അടിമകളായ മുഅ്മിനീങ്ങളായ അടിമകൾ അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരിനെയാണ് അല്ലാഹു തആല ആ ബക്കറ്റിൽ ഒഴിച്ചുകൊണ്ട് അതിനെ നരകത്തിലേക്ക് ഒഴിക്കാൻ പറഞ്ഞത്. ആ കണ്ണുനീരിനെ ഒഴിച്ചപ്പോൾ ആ ജഹന്നമിന്റെ നരകത്തിന്റെ ശക്തി കുറഞ്ഞുപോയി. അപ്പൊ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കണ്ണീര് കൊണ്ടല്ലാതെ വേറൊന്നും നമുക്ക് സാധ്യമല്ല. കഴിയുന്നത്ര വിധം റമളാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇതുവരെക്കും ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് അല്ലാഹുവിനോട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങുകയാണ് വേണ്ടത്.
ഇത്രയും എന്നെയും അല്ലാഹു തആല സ്നേഹം കബൂൽ ചെയ്യുമാറാകട്ടെ.